ബാക്ക് ടു ഫ്യൂച്ചർ മുത്തുമണീസ്. വെൽക്കം മക്കളെ. നാളെ നമ്മുടെ 9ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ ഓണം എക്സാം നടക്കാൻ പോവാണ്. എല്ലാവരും ടെൻഷനിലായിരിക്കും. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ആ സമയം മൊത്തം കളയായിരിക്കും. അതൊന്നും വേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ കിട്ടും അല്ലെ. ചിലർ വിചാരിക്കും 9ാം ക്ലാസ് അല്ല, അതുകൊണ്ട് പഠിക്കൊന്നും വേണ്ട, SLC തൊട്ട് ഞാൻ പൂരെ പഠിപ്പായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. 9ാം ക്ലാസ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ SLC നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറെ ഒന്നുമില്ല, 1, 2, 3 ക്വസ്റ്റ്യൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് കാണാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറി പോവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഉറപ്പിച്ചോളൂ മക്കളെ. ഫസ്റ്റ് സെക്ഷൻ ഓഫ് ആർന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് കേട്ടോ. എന്താ അറിയോ നിങ്ങൾ, ഒരു അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, 6 ആണ് അറ്റോമിക് നമ്പർ. എന്നിട്ട് അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് അതിൽ എത്ര ഷെല്ല് ഉണ്ടെന്നാ ചോദിച്ചത് അല്ലെ, അതിൽ എത്ര ഷെല്ലുകൾ ഉണ്ടെന്നാ ചോദിച്ചു. പക്ഷെ ഷെല്ല് അറിയണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം അല്ലെ. എങ്ങനെ എഴുതാ, ആദ്യത്തെ 2, പിന്നത്തേൽ 8 പോവും, പക്ഷെ 4 മതി, 6 ആവാം. 2, 4 എന്നാണ് വരിക കേട്ടോ. ഇതിൽ എത്ര നമ്പർ ഉണ്ട്? ഫസ്റ്റത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ, കെ ഷെല്ല് എന്നാണ് അതിനെ പറയാ. രണ്ടാമത്തെ ഷെല്ല് എന്താണ്? എൽ ഷെല്ല് എന്നാണ് പറയാ. 4 ഇലക്ട്രോൺ. അപ്പൊ മൊത്തം എത്ര ഷെല്ലുണ്ട്? കെയും എല്ലും 2 ഷെല്ലല്ലേ ഉള്ളൂ. സോ 2 ഷെൽസ് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി അല്ലെ. ഇനി എന്താ, ഇൻ വെച്ച് ഇലക്ട്രോൺ ഹയർ എനർജി. ഏതിനാണ് മക്കളെ ഇവിടെ ഹയർ എനർജി ഉണ്ടാവുക അല്ലെ? ഏറ്റവും ദൂരെയുള്ള ഷെല്ലിനായിരിക്കും എനർജി കൂടുതൽ ഉണ്ടാവുക. ഫസ്റ്റ് കെ ഷെല്ലിന് പറ്റ കുറവാ, അങ്ങോട്ട് പോകുന്തോറും എനർജി കൂടും. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഷെല്ലിനല്ല എനർജി ഉണ്ടാവുക, സെക്കൻഡ് ഷെല്ലിനാണ് എന്തുണ്ടാവുക? ഹയർ എനർജി ഉണ്ടാവുക. സിമ്പിൾ അല്ലേ മുത്തുമണി? വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി എന്താ, ഫോസിൽ, ഏജ് ഓഫ് ഫോസിൽ. മക്കളെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, കാലപ്പഴക്കം അല്ലെ, ഫോസിലുകളുടെ കാലപ്പഴക്കം ഏജ് ഓഫ് ഫോസിൽ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഫോസിൽ 14 C14. ഓക്കെ, പിന്നെ ഐസോടോപ്പും ഐസോബാറും നമ്മൾ ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസോടോപ്പ് ടോപ്പിൽ ഡിഫറൻസ്, ടോപ്പിൽ ഏത് നമ്പർ ചെയ്താ? മാസ് നമ്പർ ചെയ്താ. അപ്പൊ ഡിഫറെന്റ് മാസ് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ. മറ്റേതെന്താണ്? ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചില്ലേ, ഡിഫറെന്റ് മാസ് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ. സെയിം ബട്ട് ഡിഫറെന്റ്. പഠിച്ചു വെച്ചോ. ഇതൊന്നും ഒരു ചോദ്യം എന്തായാലും നാളത്തെ എക്സാമിൽ ഉണ്ടാവും. എല്ലാം ചോദിക്കുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതൊന്നും ഒരു ചോദ്യം ഉണ്ടാവും. കുറെ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ആ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, മലയാളം മീഡിയക്കാർക്ക് ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ. ഈ പീരിയോഡിക് ടേബിളിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യം, ഫസ്റ്റ് ചോദ്യം എന്താണ്? മെയിൻ ഗ്രൂപ്പിനെ പറ്റിയ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഉറപ്പിച്ചോ, മൈ പ്രഡിക്ഷൻ. മെയിൻ ഗ്രൂപ്പിന് ഒന്നെങ്കിൽ മെയിൻ ഗ്രൂപ്പിന്റെ പ്രത്യേകതകളാവും, അല്ലെങ്കിൽ ഈ ചോദ്യമായിരിക്കും. എന്താണ് മെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? ഇപ്പൊ എങ്ങനെ വരുന്നത്? 1, 2 ഫസ്റ്റ് ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും, പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? മെയിൻ ഗ്രൂപ്പ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലം. ഒരു ചോദ്യം ഉറപ്പാ, മെയിൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രഡിക്ഷൻ മെയിൻ ഗ്രൂപ്പുമായിട്ട് ബന്ധം. ഒന്നെങ്കിൽ മെയിൻ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്റേ സ്റ്റഡീസിലൂടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ആരാ? എക്സ്റേ സ്റ്റഡീസ് നടത്തിയിട്ട് ആരാണ്? മോസ്ലി മെസ്സി അല്ലെ. ആലോചിച്ചാൽ മതി, മോസ്ലി എന്ന് ആലോചിച്ചാൽ മതി. എക്സ്റേ അല്ലെ, മെസ്സിക്ക് ഭയങ്കര എക്സ്റേ എടുത്തു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മോസ്ലി ആവും. മെസ്സി എന്ന് പറയുമ്പോൾ മോസ്ലി ആക്കി മാറ്റുക. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് മൂപ്പര മോഡൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണല്ലേ. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വെറും 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ മോസ്ലി ആയിട്ട് ബന്ധപ്പെട്ട മോഡേൺ പീരിയോഡിക് ലോ അല്ലെ, ആധുനിക പീരിയോഡിക് നിയമത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അപ്പൊ ഈ 3 ഭാഗങ്ങളാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു ഭാഗം, പിന്നെ ഒന്ന് എന്താണ്? മെന്റലീവ് അല്ല, മെയിൻ ഗ്രൂപ്പിന്റെ ഭാഗം, പിന്നെ മോസ്ലിന്റെ ഭാഗം. ഈ 3 ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉണ്ടാവും. ചോദ്യം ഏതാണെന്നോ അല്ലെങ്കിൽ ഇത് ഈ ചോദ്യമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, ഈ 3 ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തായാലും പഠിച്ചോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ വരുന്നുണ്ട്. ഞങ്ങൾ കെമിസ്ട്രി ടീമും വരുന്നുണ്ട്. അപ്പൊ ഇന്ന് കൃത്യം 7 മണിക്കാണ്.